അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഷൂട്ട് ചെയ്യണം എന്ന് കേൾക്കുന്നു. പക്ഷെ തങ്ങോട്ട് നടക്കുന്നില്ല. രാത്രി തുറക്കമൊന്നും ശരിയാകത്തുണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ നല്ല ലേറ്റാവും. ഒന്നാമത് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മണി 1:30 അങ്ങനെയൊക്കെ ആവലുണ്ട് ഇപ്പം അടുത്ത്. ഇന്നലെയും ആയി, എന്നാലും ഇന്നലെ നല്ലോണം ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് കളയാമെന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടാട്ടനും അതും എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു 8:30 അങ്ങനെയെല്ലാം ആയിട്ടുണ്ടാവും. പിന്നെ കുട്ടാട്ടൻ ഉച്ചയ്ക്കേ പോകണ്ടുള്ളൂ, 1 മണിക്ക് ആവും, പിന്നെ 1:30 പോകണ്ടുള്ളൂ. അപ്പോൾ അപ്പത്തേനും മെല്ലെ ആയാൽ മതി. പിന്നെ ഇന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവനെ കുറച്ച് നേരത്തെ എഴുന്നേറ്റില്ല. ഞാൻ കുറച്ചും കൂടി നേരം വൈകിട്ട് എഴുന്നേറ്റില്ല. ചില ദിവസം നേരത്തെ എഴുന്നേക്കും. രാത്രി കിടക്കുന്നത് ഡിപ്പെൻസ് ആയിട്ട് രാവിലെ എഴുന്നേക്കും. അപ്പോൾ എഴുന്നേറ്റ് ബേസിക് ആയിട്ടുള്ള പല്ലിയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. പിന്നെ വേഗം തന്നെ ഫുഡ് ഉച്ചക്കത്തെ എല്ലാം ഒരുമിച്ച് ആക്കും. പിന്നെ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുട്ടാട്ടൻ പിടിക്കും. എന്നാലും അവൻ്റെ കാര്യങ്ങൾ നോക്കണം, അവന് ഫുഡാക്കണം, അങ്ങനെ അവൻ്റെ ഫുഡ് ഓൾറെഡി ആക്കി വെക്കണം അതിന് മുന്നേ. പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട തിരക്കായതുകൊണ്ട് അതിന് മുന്നേ നമ്മൾ എല്ലാം ചെയ്ത് വെക്കണം. അപ്പം ഞാനിപ്പം ഓരോന്നായിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഡെയിലി കിടക്കാം. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഞാൻ ഒന്നുകിൽ ഫ്രിഡ്ജിൽ മാവുണ്ടാവും, ദോശമാവുണ്ടാവും, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മാവുണ്ടാവും. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഒന്നത് എഴുന്നേക്കാൻ ലേറ്റാകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ചെറിയ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാറ്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ മാവുണ്ട് ഫ്രിഡ്ജിൽ, ചപ്പാത്തി മാവുണ്ട്, പിന്നെ കറിയുണ്ട്. ഞാനിപ്പോൾ ബാജി അല്ലെങ്കിൽ സാമ്പാറിലാക്കുമ്പോൾ നമുക്ക് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും ബാലൻസ് ഉണ്ടാവും, ഒരു ദിവസത്തേക്ക് എക്സ്ട്രാ ബാലൻസ് ഉണ്ടാവും. അപ്പം അതങ്ങനെ എടുത്തു കൊടുക്കും. അങ്ങനെ ഇന്ന് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എങ്ങനെയാവും. എനിക്കിപ്പോൾ ചപ്പാത്തി പൂരിക്ക് ഇങ്ങനെ പരത്തേ വേണം, ചപ്പാത്തി പൂരിയോ എന്തായാലും ആക്കണം. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ഫസ്റ്റത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാണ് വെച്ചേക്കും. കുക്കറിലൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ പകുതി ജോലി തീർന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക്. അത് വെക്കും. പിന്നെ അതിൻ്റെ പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും, അല്ലെങ്കിൽ ആറ്റി വെക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹോൾ ഡേ ഫുഡാക്കേണ്ട അത് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവന് എഴുന്നേറ്റുമ്പോഴത്തേക്കാവും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവൻ്റെ റാഗി, രാവിലെ ഞാൻ ബനാന പൗഡർ റാഗിയെ കൊടുക്കാറുണ്ട്. പിന്നെ അവൻ്റെ ഫുഡ് റൂട്ടീൻ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ തന്നെ സെറ്റാകും. അപ്പോൾ ഈ ജോലിയാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിനത് അത് ഞാൻ ആദ്യം നോക്കാം. അതിപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാം. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവന് സ്പെഷ്യലായിട്ട് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിനകത്ത് ഞാൻ അവന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പൂണാണെങ്കിലും എല്ലാം വേറെ തന്നെ ആക്കും. അപ്പോൾ രാവിലെ തന്നെ അവനുള്ള വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടേ ഞാൻ എടുത്തിട്ട് ഫ്ലാസ്കിലോ ആക്കി വെക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറാണ് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറ് ആദ്യമായി കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയാണ്. പിന്നെ രാവിലെ തന്നെ ചായ വെക്കും. ചായ കുടി ശീലം ഇപ്പോൾ ഇവിടെ രണ്ടാമത് വന്നതിന് ശേഷം എനിക്ക് തുടങ്ങിയതല്ലേ. കൂട്ടാണ്ട് മാത്രം ചായ കൊടുക്കും. ഞാൻ വെള്ളമാണ് അധികം കുടിക്കാറ്, അല്ലെങ്കിൽ കാപ്പി അങ്ങനത്തെ എന്തെങ്കിലും. അപ്പോൾ ഇപ്പം ഇന്ന് കട്ടൻ ചായയാണ് ആക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആദുവിൻ്റെ റാഗിയും അതുപോലെ തന്നെ ഗോതമ്പും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അവന് കുറുക്കാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പം ഞാൻ അവൻ്റെ റാഗി നന്നായിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് നല്ലോണം ഒരു 3-4 വെള്ളത്തിൽ കഴുകി അത് വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചാണ്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെയും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും പിന്നെ റാഗി പൊതുവേ തണുപ്പാണല്ലോ, അപ്പം അതിന് കുറച്ച് ഗോതമ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ അധികം കുറുക്ക് ആക്കാറ്. അപ്പോൾ പിന്നെ അത്ര ജലദോഷം അങ്ങനത്തെ സംഭവം വരില്ല. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഡ്രൈ ആയിട്ട് നല്ലോണം മിക്സിയിലിട്ട് പൊടിക്കും. കാരണം റാഗീൻ്റെ കുരു നന്നായിട്ട് പൊടിയണം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക ചെയ്യാം. പിന്നെ ഇതാപ്പത്തേനും ചായ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചായ ഒരു ഗ്ലാസ്സിലാക്കി എടുത്തു വെച്ചു. പിന്നെ കുട്ടാടിനെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വേണ്ടു, അതുകൊണ്ട് എൻ്റെ മാത്രം ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. അതിനുശേഷം മറ്റേത് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ വെള്ളം ഫ്ലാസ്കിലാക്കി വെച്ചു. തിളച്ച പാടെ ഒഴിച്ച് വെക്കില്ല, കാരണം അധികം ചൂട് വെക്കണ്ട. കുറച്ച് തണിഞ്ഞാലും നമുക്ക് പിന്നെ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് കുറച്ച് അവന് ഇപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചു. പിന്നെ അവൻ്റെ അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും. അതെൻ്റെ ഒരു എന്താ പറയുക, ഒരു ദുശീലം എന്ന് പറയാൻ, നല്ല ശീലം എന്ന് പറയാൻ ദുശീലം എന്ന് പറയും. കാരണം ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കഴുകി വെക്കും. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള പരിപാടിയില്ല. അപ്പോൾ അതിനുശേഷം അതിൻ്റെ റാഗിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ പനങ്കൽക്കണ്ടം ഉരുക്കിയതുണ്ട്, അപ്പോൾ അതും കൂടെ ഒഴിക്കും. അത് ഞാൻ ലാസ്റ്റേ ഒഴിക്കാറുള്ളൂ.
അപ്പോൾ ഇതാ എൻ്റെ പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വിചാരിച്ച പോലെ നടക്കില്ല, പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വേഗം കുറച്ച് പണിയൊക്കെ തീർന്നിട്ട് ഇനിയിപ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൻ്റെ കുറുക്കെല്ലാം ആക്കി വെക്കട്ടെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. അത് ചടപടയി നടക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നൊരു മെയിൻ പണിയാണ് ആദൂസിൻ്റെ പിന്നെ നിപ്പിൾ ബോട്ടിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കുന്നൊരു ഇതുണ്ട്. അതും കൂടെ നന്നായിട്ട് സ്റ്റീം ചെയ്ത് വെക്കും. കാരണം എല്ലാ ദിവസവും രാവിലെ അതൊരു റൂട്ടീൻ പോലെയാണ്. അത് ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ നോക്കാറുള്ളൂ. ഇന്ന് അത് മറന്നുപോയി. അപ്പം ഞാൻ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ വേഗം അത് അടുപ്പത്ത് വെച്ചു. ഇത് ആദൂസിൻ്റെ ഫുഡ് ഇവിടെ സെറ്റാണ്. റാഗി, പിന്നെ കുറച്ച് വെള്ളം ഗ്ലാസ്സിലെടുത്ത് വെക്കും. അവന് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും കൊടുക്കും, അല്ലാണ്ട് ബോട്ടിലും കൊടുക്കും. ആരേത്? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കണ്ണേ. അത് ഗുഡ് മോർണിംഗ്. പുച്ഛം, ആസ്ഥാന പുച്ഛം. നല്ല കാറ്റുണ്ട്. സുണ്ടടോ ഇവിടെ എണ്ണായിട്ട് മറിയലോ. അപ്പോൾ ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ആദൂസ് കുറച്ച് സമയം കൂടി കിടക്കേന്നൊന്ന് കളിക്കണം. അത് അവൻ്റെ ഒരു റൂട്ടീൻ പോലെയാണ്. മാത്രമല്ല കുട്ടിയാട്ടനും ചിലപ്പോൾ ഞാനും ലേറ്റായിട്ട് ഞാൻ എഴുന്നേറ്റിന് ഞാനും കിടക്കേന്ന് എഴുന്നേക്കാൻ കുറച്ച് മടിയാണ്. ഇപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഞാനും പിന്നെ അവരോട് പോയി ജോയിൻ ചെയ്തു. പിന്നെ എന്തൊക്കെയോ ഫോണിൽ കുട്ടിയാട്ടം കാണിച്ചു തരുന്നതാണ്, എന്തൊക്കെയോ റീൽസ്. അപ്പോൾ അതിനുശേഷം ഇനി അധിക സമയം ലേറ്റാക്കിയാൽ പറ്റില്ല. ആദൂസിന് വിശക്കും. അപ്പോൾ അവനെ എടുത്ത് വേഗം അവൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ച് എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ആദ്യം പോയിട്ട് മുഖമൊക്കെ കഴുകിയതിന് ശേഷം അവന് ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ രാവിലെ ബനാന പൗഡറും റാഗിയുമാണ് ഞാൻ മാറി മാറി കൊടുക്കാറ്. അപ്പം ഇന്ന് റാഗിയാണ്. ഞാൻ അതിൻ്റെ ഫുഡൊക്കെ നേരത്തെ ആക്കി വെച്ചു. അപ്പം നേരെ മുഖമൊക്കെ കഴുകിയിട്ട് വേഗം ഫുഡ് കൊടുക്കാമെന്ന് വെച്ച് നിന്നതാണ്. അപ്പം അതിലിടക്ക് എന്തോരം ഞാൻ തിരക്കായി പോയതുകൊണ്ട് കുട്ടാൻ്റെ അടുത്ത് കൊടുത്തു. അവർ പിന്നെയും പോയിട്ട് കിടന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കൊടുക്കൽ നടന്നില്ല. അവരെ കാത്തത് ഞാൻ നമ്മുടെ പരിപാടി നടക്കില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫുഡാക്കണം. ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. ബാക്കി രാവിലത്തെ കറി ചൂടാക്കി വെച്ചു ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചപ്പാത്തിയാണ് ആക്കുന്നത്. അപ്പോൾ ചപ്പാത്തി പരത്തണം. പിന്നെ ചോറ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് മീനുണ്ട്, അത് കറി വെക്കണം. അതുപോലെ തന്നെ കുറച്ച് പയറുണ്ട്, അത് വറക്കോ അതിൻ്റെ മെഴുക്കുവരട്ടി അങ്ങനെ ആക്കണം. അതിൻ്റെ കൂടെ തന്നെ അതും ഉച്ചക്ക് ബ്രക്കോളി അല്ലെങ്കിൽ മത്തൻ അങ്ങനെയുള്ള കൊടുക്കാറ്. അപ്പോൾ ഇന്ന് മത്തൻ കഴിഞ്ഞു. ഇനിയിപ്പം ബ്രക്കോളി ഉണ്ട്. ബ്രക്കോളി അവന് ഭയങ്കര ഇഷ്ടമാണ്, ആക്കി വെക്കണം. ബ്രക്കോളിയും ഉരുളക്കിഴങ്ങുമാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ അതും എടുത്ത് വെക്കണം. ഫിഷ് എടുത്ത് വെക്കണം. പിന്നെ ഇനിയിപ്പം ഐസായിട്ട് ഫുള്ള് ഫ്രീസായിപ്പോയി. അപ്പോൾ ഇനിയിപ്പം ഫ്രൈഡേ ആണ്. ഇനിയിപ്പോൾ സാറ്റർഡേ ഓർ സൺഡേ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. വീക്കിലി പർച്ചേസ് നടത്താറ് നമ്മൾ സാധനങ്ങളെല്ലാം വീക്കിലിയാണ് വാങ്ങാറ്. അതിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. അപ്പം ഇന്നിപ്പോൾ പയറെടുത്ത് വെച്ചു, ഫിഷ് എടുത്ത് വെച്ചു. ഇനി എന്താ പറയുക, അതുപോലെ ബ്രൊക്കോളിയും കൂടി എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് പുറത്താണത്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി പെട്ടെന്ന് പരിപാടി നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം അതുവരെ കുളിപ്പിച്ചിട്ട് വേണം. ഒന്നിക്കാൻ അവൻ കുളിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ കുളിക്കും, അല്ലാതെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും. അപ്പം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. കുട്ടാടൻ പോകുന്നതിന് മുമ്പ് മേലെ പണിയുണ്ട്. കേട്ട് വൈബടിച്ചിരിക്കുന്ന ഇതാരെ ഫോണ് തന്നെ? ആരെ ഫോണ് തന്നെ? കുത്തക്കേടുണ്ടോ?
പാട്ടെല്ലാം വെച്ചിട്ട് കേട്ടിരിക്കുന്ന നോക്കറോ? ആരെ ഫോണാണ്? ആരെ ഫോണാണ്? അച്ഛോ അച്ഛ കടി വേണോ? ഫോണിതാ. അപ്പോൾ ഇവിടെ മേലെ റൂഫിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും ചില സമയത്ത്, പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ട് ഞാൻ ചിലപ്പം വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ പറഞ്ഞു വന്ന് എന്തായിരുന്നു, കുട്ടിയുടെ പോകുന്നതിന് മുമ്പേ അപ്പം ആദ്യത്തെ കാര്യങ്ങളൊന്നും സെറ്റായി വെച്ച് അവനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാം. അതിന് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ആക്കി സെറ്റാക്കി വെക്കണം എന്ന്. പക്ഷേ ചില ദിവസം ഭയങ്കര സഹകരണമായിരിക്കും, ചില ദിവസം ഒട്ടും സഹകരിക്കില്ല. അങ്ങനെ ആ പരിപാടി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്ന് കുറച്ചൊന്ന് ഒരു റൂം നമുക്ക് സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഹോം ഡെക്കോറും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അത് ഓർഡർ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആ റൂം ഇനിയിപ്പോൾ സെറ്റാക്കി എടുക്കണം. അതെല്ലാം എൻ്റെ ഇന്നത്തെ വാട്ടർ ടു ലിസ്റ്റിലുള്ളത്. അപ്പം നോക്കാം എന്തെല്ലാം നടക്കുമെന്ന്. അപ്പോൾ ഇത് ആദൂസിന് ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ കുട്ടാടിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പം ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തു നോക്കുന്നത്. അപ്പോൾ അവന് മതിയായും തോന്നുന്നു. അപ്പം അവന് മതിയായിട്ട് പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാറില്ല, അത്രയും കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അവനെ കുളിപ്പിച്ചു. അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കുളിപ്പിക്കുന്നതൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അവന് രാവിലെ ഉറങ്ങുമ്പോൾ മാത്രമേ ഡയപ്പർ ഇട്ട് കൊടുക്കില്ല. കാരണം രാവിലെ കുറച്ച് അധികം സമയം ഉറങ്ങും. അപ്പോൾ അവൻ എല്ലാ സമയത്ത് ഡയപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. അവൻ മൂത്രം ഒഴിക്കാണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പം കിടക്കയിൽ അങ്ങനെ ഒഴിക്കാറുമില്ല. ഡയപ്പർ ഇട്ട് കൊടുത്താൽ ഓക്കെ, അത് ഒഴിക്കാം. അങ്ങനെ ആയതുകൊണ്ട് രാവിലെ ഉറങ്ങുമ്പോൾ മാത്രം ഡയപ്പർ ഇട്ട് കൊടുക്കും, എല്ലാ സമയം ഇട്ട് കൊടുക്കാറില്ല. പിന്നെ അവനിപ്പോൾ സെബാമെഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. റാഷ് ക്രീമും ഡയപ്പറിൻ്റെ റാഷ് ക്രീമും അല്ലാണ്ട് ഒരു ബോഡി സോഫ്റ്റ് ക്രീം പോലത്തെ ഒരു ബോഡി ക്രീമുണ്ട്. അത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ക്രീമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തൊന്ന് സെറ്റാക്കലാണ്. അവനിനി കുറച്ച് സമയം അധികം സമയം ഉറങ്ങിക്കോളും. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പരിപാടികളെല്ലാം നോക്കണം. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്തിട്ട് ഒന്ന് ക്രീമും മുഖത്ത് കൂടെ ഇട്ട് കൊടുക്കും. അധികം ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത ക്രീമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെബാമെഡിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ്. പണ്ടത്തെ മറ്റേ ജോൺസൺസ് ബേബീൻ്റെ മണമൊന്നുമില്ല. ഇത് ഒരു നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പം അവൻ അങ്ങനെ ആ ദിവസം റെഡിയായി. ഹലോ, അപ്പോൾ ആ ദിവസം ഫുഡെല്ലാം കഴിച്ച് കുളിച്ച് പണി ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടുണ്ട് ഗൈസ്. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. നല്ല ഉറക്കം വന്നത് രാവിലെ എഴുന്നേറ്റില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങി. അങ്ങനെ ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അങ്ങനെ അവനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് സുണ്ടുമായിരിക്കണ്ട. അപ്പം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ ഉറക്കിയിട്ട് അതും ഉറങ്ങിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ കുട്ടാടൻ കഴിച്ചു. രണ്ടാൾക്കും ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെ ഞാൻ സെറ്റാക്കുമ്പോൾ കുട്ടാടൻ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിതാ കഴിക്കലാണ്. അപ്പോൾ അതിലുള്ള കുട്ടാടനോട് എന്തെല്ലോ സംസാരിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇനിയിപ്പം ഒന്നാമതേ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി. ഇനിയിപ്പം ലഞ്ചും കണക്ക് തന്നെയാണ്, കുറച്ച് ലേറ്റായിട്ടേ കഴിക്കുകയുള്ളൂ. പക്ഷെ ഞാനെല്ലാം രാവിലെ തന്നെ ആക്കി വെക്കും. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി തുടങ്ങുവാണ്. ജസ്റ്റ് ഇന്ന് ഞാനൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ കട്ട് ചെയ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പയർ മെഴുക്ക് വരട്ടി. വെറും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് എണ്ണയിൽ ഇതാക്കിയെടുക്കുന്ന പയർ ആക്കിയെടുക്കുന്ന അത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഓടി കൊടുക്കുമ്പോൾ കരയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞു പെട്ടെന്ന് ആ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പം മീൻ കറി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കുട്ടിയായിട്ട് സെറ്റ് ചെയ്ത് വരും. അധികം നമ്മൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തിട്ട് തന്നെ എല്ലാ ഇതും ചെയ്യാറ്. കാരണം അതിന് നോക്കേണ്ട സമയം ചില സമയത്ത് ഞാൻ നോക്കുമ്പം കുട്ടാടൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. അല്ല കുട്ടാടൻ അത് നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ടല്ല ചെയ്യാറ്. ഇപ്പോൾ അവൻ ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ വേഗം പണിയൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മീൻകറീൻ്റെ പരിപാടികൾ നോക്കുന്നതാണ്. അപ്പോൾ കുട്ടാടൻ ഉള്ളി അരിയുന്ന സമയത്ത് ഞാനപ്പുറത്ത് അവൻ്റെ ഉച്ചക്കത്തെ അതിന് അടുത്ത മീലിൻ്റെ സാധനം ഇപ്പോഴേ നോക്കണം. അപ്പോൾ അവന് ബ്രൊക്കോളിയും ഉരുളക്കിഴങ്ങും കൂടി വേവിച്ച് വെക്കാനുണ്ട്. അപ്പോൾ ബ്രൊക്കോളി ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിൽ നല്ലോണം സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അത് ചൂട് വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രൊക്കോളിയിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് സെറ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ ആ ടൈമിന് അടുപ്പിൽ മെഴുക്ക് വരട്ടി അടുപ്പത്തിനാകുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ആവിപാത്രം വെച്ചിട്ട് അതിൽ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും ബ്രക്കോളി ഒരുമിച്ചിട്ട് വേവിക്കുക. പിന്നെ മീൻകറിക്കുള്ള സംഭവങ്ങളൊക്കെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടിയിട്ട് ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ടാണ് ഒഴിക്കാറ്. അതാകുമ്പം കുറച്ച് നല്ല കൊഴുപ്പ് കിട്ടും. എണീച്ചു ഗൈസ്, നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നല്ല മൂന്നാണ്. പറ്റോട് നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്, ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതാ അതിന് ഫുഡെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് സമയം കളിക്കുവാൻ. സമയം ഇപ്പം 12:45. അപ്പോൾ കുട്ടേട്ടന് പോകാനായി റെഡിയാവുന്ന. അപ്പോൾ അതുവരെ കുട്ടേട്ടൻ പോകുന്നവരെ നമ്മളിവിടെ നിൽക്കുക. കഴിഞ്ഞിട്ട് ഇവൻ ചിലപ്പം ഉറങ്ങും, അല്ലെങ്കിൽ കുറേ സമയം കളിക്കും. കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് ഉണ്ടാവാൻ ഓന് മൈൻഡാക്കിയിട്ടില്ലെങ്കിൽ കാര്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇനി. അപ്പോൾ കുട്ടേട്ടനെ കുളിക്കാൻ പോയ ടൈമിന് ഞാനും ആ ദിവസം കൂടി കുറേ സമയം ബെഡിലിരുന്ന് കളിക്കും. അവന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വേണം. ഒന്നുകിൽ ഞാനോ കുട്ടേട്ടനോ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കളിച്ചോളും. അവനടുത്ത് നിൽക്കണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവൻ ആരെങ്കിലും ഇങ്ങനെ കാണണം. അല്ലാണ്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഇത് കരയും. അങ്ങനെ അല്ലെങ്കിൽ കുറേ സമയം കളിച്ച് അങ്ങനെ നിന്നോളും. അപ്പം ഒരു 12:45 കഴിഞ്ഞാൽ കുട്ടേട്ടൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ വേഗം ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1:30 ആകുമ്പോഴത്തേനും കുട്ടേട്ടൻ പോവും. അപ്പോൾ അതുവരെ പിന്നെ ചില ദിവസം ആദ്യം അന്നേരം ഉറങ്ങുന്നതായിരിക്കും. എല്ലാ ദിവസം പിന്നെ നമ്മൾ രണ്ടുപേരും കുട്ടേട്ടൻ പോയതിന് ശേഷമാണ് അവന് ഉറക്കുക. അങ്ങനെ അപ്പോൾ ഇന്ന് നല്ല മൂഡാണ്. കുറേ സമയം ഉറങ്ങിയതുകൊണ്ട്, ഉറക്കം ശരിയായതുകൊണ്ട് അവനാണ് ഓക്കെയാണ്. പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് ഒറിജിനൽ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ കട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് ശേഷം അതുനെ കുറച്ച് സമയം ഇനി സെൻട്രൽ ഹാളിൽ കളിക്കാനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവനെ കണ്ടാൽ മതി. അപ്പോൾ അവൻ അവിടെ നിന്ന് കളിച്ചോളൂ. അപ്പോൾ എന്താ ചോറും ഉണ്ട്, പിന്നെ പയർ മെഴുക്ക് വരട്ടിയുണ്ട്, മീൻകറി ഉണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ്. കുട്ടേട്ടൻ കഴിച്ച് പോകുന്നതിന് മുമ്പേ നമ്മൾ രണ്ടാളും പറ്റുവാണെങ്കിൽ അവൻ നല്ല മൂഡിലാണെങ്കിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് കഴിക്കും. അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് കുട്ടേട്ടൻ കഴിക്കും. അങ്ങനെയാണ്. അപ്പം ഫുഡ് കഴിക്കലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുട്ടേട്ടന് ഇറങ്ങണം. എന്തായാലും കഴുകണം. ബൈ ബൈ വായി ബൈ പാടാ, വായി ബൈ 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 പാടാ. പോയോ? അപ്പം പകുതി പരിപാടി കഴിഞ്ഞു. കുട്ടേട്ടനിപ്പോൾ ഓഫീസിലേക്ക് പോയി. എൻ്റെ പോലെ നല്ല പട്ടിക്കോലമുണ്ട്. ഞാൻ കുളിച്ചിട്ടില്ല, ഇന്ന് കുളിക്കണം. എനിക്ക് കുറച്ച് എൻ്റെ കുളിക്കാമെന്ന് വിചാരിച്ചു. മേലത്തെ വർക്ക് നടക്കുന്നതിൽ ഭയങ്കര സൗണ്ട്. മെഷീൻ്റെ തലവേദന എടുക്കുന്നു. മിക്കവാറും ഞാൻ പുറത്തേക്കടിക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്നിക്ക് പോവും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. നല്ല ക്ഷീണമുണ്ട്. ഒന്നും അറിയില്ല, ഇന്ന് ഭയങ്കര ഉറക്കം വരും. അപ്പം ആദൂനെയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. കുറച്ച് കളിക്കട്ടെ. എന്നാൽ അവൻ ഒറ്റയ്ക്ക് കളിക്കൂല, ആരെങ്കിലും വേണം. അപ്പം ഇത്ര സമയം കുട്ടേട്ടൻ ഞാൻ മാറി നിന്ന് എനിക്ക് കുട്ടേട്ടൻ പോയാണ്ട് ഇതാക്കണം. പണി ഇവിടുത്തെ വീട്ടിൽ ഞാൻ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം കാര്യമായിട്ടുള്ളത് ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. ഇന്നലെ ഓൾറെഡി കുറച്ച് വാഷ് ചെയ്തതാണ്. അപ്പം പരിപാടി വേഗം കഴിക്കട്ടെ. അതും അവരിപ്പം വർക്ക് ചെയ്യുന്നവർ ഫുഡ് കഴിക്കാൻ വേണ്ടുന്നു. ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. അതാണ് ഞാനിപ്പം വോയിസ് പറഞ്ഞിട്ടെടുക്കാമെന്ന് വെച്ചാൽ. നേരത്തെ അതാ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വോയിസ് പറയാൻ പറ്റാഞ്ഞത്. നല്ല അടിപൊളി ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചേ. ഇങ്ങനെ ദുരപലക്ഷണം പിടിച്ച ദിവസം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയുക, ഞാൻ സാധാരണ എന്തെങ്കിലുമെല്ലാം ചെയ്യും ഒരു ദിവസം. പക്ഷെ ഒന്നും ചെയ്യാനില്ലാണ്ട് കിടന്നങ്ങ് ഉറങ്ങി.
ഉറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ഇതിലടക്കം ഒരു ദിവസമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ പകൽ മെയിനായിട്ട് ഞാൻ ഉറക്കാൻ ഒഴിവാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്നാമത് എൻ്റെ പരിപാടിയൊന്നും നടക്കില്ല. അത് ഉറങ്ങുമ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറക്കം മാക്സിമം ഒഴിവാക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെയ്യാനുണ്ടായിരുന്നു. ഒന്നാമത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, വീഡിയോസെല്ലാം കുറേ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് നടന്നില്ല. വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിപ്പം മേലെ വർക്ക് നടക്കുന്നതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ അതുപോലെ ഓൺലൈനായിട്ട് ചെറിയ ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രീ ടൈം കിട്ടുമ്പം. അതും ഈ പറഞ്ഞ പോലെ സൗണ്ട് കൊടുക്കേണ്ടതുകൊണ്ട് അതും നടന്നില്ല. അപ്പോൾ പിന്നെ അത് ഉറങ്ങുമ്പോൾ എങ്ങനെയാണോ, മീൻസ് ഉറക്കം വരുമ്പോൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ഉറങ്ങുന്ന ടൈം എങ്ങനെയാണോ അറ്റ്മോസ്ഫിയർ അതുമായിട്ട് സിങ്കായിട്ടൊക്കെ പോയിക്കോളും. അപ്പം നല്ല സൗണ്ട് കേൾക്കുന്നുള്ളിടത്ത് ചിലപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടിലേ അങ്ങ് ഉറങ്ങിപ്പോവും. അതുപോലെ മേലത്തെ സൗണ്ട് കൊണ്ട് അത് കേട്ടുകൊണ്ട് ഉറങ്ങിയോണ്ട് ഒന്നത് കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഉറങ്ങുന്നത്. പിന്നെ ഞാൻ വെറുതെ കിടക്കാറില്ല. അപ്പോൾ ഉറങ്ങി കുറച്ച് സമയം ഉറങ്ങിപ്പോയി ഫോണിൽ നോക്കി അങ്ങനെ കിടന്നു. അപ്പം പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതാണ് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്യണം. പിന്നെ കുറേ ഞാൻ ഞാനൊരു റൂം ചെറിയ രീതിയിൽ മേക്ക് ഓവർ ചെയ്യാം അങ്ങനെയെല്ലാം വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. പിന്നെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സ്. സാധാരണ ഇങ്ങനെ ഉറങ്ങുമ്പോൾ വന്ന് വാഷ് ചെയ്യാനല്ലേ ഞാൻ കുളിക്കുമ്പോൾ. കുളി നടന്നില്ല, ഒന്നും നടന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങണം. ഒന്നാമത് ഇതിൻ്റെ സൗണ്ട് മെല്ലെ വർക്ക് ചെയ്യുന്ന ഈ മെഷീൻ വെച്ചിട്ട് ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതാണ്. ലീക്ക് എന്തുകൊണ്ടായിട്ട് അപ്പുറത്തെ റൂമിൻ്റെതാണ്. പക്ഷെ എൻ്റെ അമ്പോ സൗണ്ട് കേട്ടിട്ട് തലവേദന വന്നു. ഭയങ്കര സൗണ്ട്, മറ്റേ പാറ പൊട്ടിക്കൂല അതുപോലത്തെ ഒരു സൗണ്ട്. അത് കേട്ടിട്ട് തലവേദന. അപ്പോൾ കുട്ടാടൻ പോകുമ്പോൾ പറഞ്ഞു, നീ പുറത്തെവിടെയെങ്കിലും പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, കാരണം നല്ല സൗണ്ടായിരിക്കും. ഒരിക്കലും ഇതിൻ്റെ വർക്ക് എടുക്കും. കുട്ടാടൻ്റെ ഒറ്റ ക്ലാസ് സമയത്ത് ഈ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നേരം ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഇന്നേരം പറയും ഇങ്ങനെ നല്ല സൗണ്ടാണ് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത്ര ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് എനിക്ക് തലയൊക്കെ ഇങ്ങനെ കുറേ സമയം ഒരേ സൗണ്ട് ഇങ്ങനെ ഭയങ്കര കേട്ടെന്ന് എന്തുകൊണ്ടല്ലോ. ഇപ്പം എന്തോ അവർ ചായ കുടിക്കാനെങ്ങാണ്ട് പോയിട്ടാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ അതൊന്നും അറിയില്ല, പ്രശ്നമൊന്നുമില്ല. അവനെ ഞാൻ കാണിക്കാൻ പറ്റില്ല. അവൻ ഡ്രസ്സെല്ലാം ഇഷ്ടമുള്ളത്. അവൻ ഉറക്കം തെളിഞ്ഞു. അവൻ ഉറക്കം തെളിഞ്ഞു കുറേ സമയം അവിടെ നിന്ന് കളിക്കുന്നതാണ് ഒരു ബെഡിൽ നിന്ന്. ഞാൻ ഉറങ്ങി തന്നെ പോയി. പിന്നെ ഞാനിങ്ങനെ എഴുന്നേറ്റു. എൻ്റെ സമയം 5 മണി, അങ്ങനെ 5 മണി കഴിഞ്ഞു തോന്നുന്നു. ഇനിയിപ്പോൾ കുളിക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്കെല്ലാം പോകണം, ഒരു ചായ കുടിക്കണമെന്നുണ്ട്. ഒന്ന് പുറത്തേക്കെല്ലാം പോകണം. അപ്പോൾ അതാണ് ഇനി അടുത്ത അജണ്ട. അതെങ്കിലും നടന്നാൽ മതിയായിരുന്നു കൃത്യമായിട്ട്. ഡ്രസ്സ് പുറത്തുനിന്ന് വിരിച്ചിട്ടത് മടക്കി വെക്കേണ്ടായിരുന്നു. കാരണം നമ്മൾ ഡ്രസ്സ് മേലെയാണ് വിരിച്ചിടുക. അപ്പോൾ ഇപ്പം മേലെ പണി നടക്കുന്നതുകൊണ്ട് ടെറസിൽ പൊടിയായിരിക്കും, അങ്ങനെയുള്ളതുകൊണ്ട് വിരിച്ചിടാൻ പറ്റുന്നില്ല. അതായത് ഡ്രസ്സിൽ നിന്ന് മൊത്തം കഴുകിടാൻ പറ്റാഞ്ഞ കാരണം ഒന്നാമത് വിരിച്ചിടാൻ ബാൽക്കണിയിൽ വിരിച്ചിടാൻ സ്ഥലമുള്ളൂ. അപ്പം ഞാൻ ഹോം ടൂർ എടുക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഹോം ടൂർ എടുക്കൽ നടന്നിട്ടില്ല അല്ലേ, സൂപ്പർ. അപ്പം അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ മൊത്തം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ദിവസത്തിൻ്റെ ഒന്നും പുറത്തിടാൻ പറ്റത്തില്ല. ഈ പ്രാവ്, ഭയങ്കര പ്രാവിന് ഞാൻ ഏതൊരു ഷോർട്സിലെങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രാവിൻ്റെ ശല്യം അവിടെ ആ സൈഡിൽ. അപ്പോൾ ഈ അലർജി സംഭവങ്ങളെല്ലാം വരില്ലേ പ്രാവിൻ്റെ ഇരുന്ന്. അതുകൊണ്ട് ഞാൻ ആ ദിവസത്തിൻ്റെ ഡ്രസ്സും അങ്ങനത്തെ ഇന്നേഴ്സൊന്നും പുറത്തിടാറില്ല, എല്ലാം ഉള്ളിലിടുക. അപ്പം അങ്ങനെ ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് പണി തുടങ്ങണം. ആകെ മൊത്തം ഷൈയായിപ്പോയി. സാറില്ല, ഇനി എന്തായിരുന്നു തുടങ്ങണേ. അപ്പോൾ ഇനിയും സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ക്ലീനിങ് നോക്കുന്നതാണ്. ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ ആദ്യം സെൻട്രൽ ഹാളിൽ കളിക്കാനാക്കിയിട്ട് ഞാൻ വേഗം ഒന്ന് റൂമെല്ലാം ഒന്ന് അടിച്ചു വാരി നീറ്റാക്കുന്നത്. രാവിലെ ഒരു പ്രാവശ്യമൊക്കെ അടിച്ചു വാരും അതൊക്കെ. പക്ഷെ എന്നാലും മോനുള്ളതല്ലേ, മോനെ നിലത്തൊക്കെ ഇരുത്തുന്നത് കൊണ്ട്, പായിലൊക്കെ ഷീറ്റിട്ടിട്ട് ഇരുത്തുന്നതുകൊണ്ട് എന്തായാലും പൊടി ഉണ്ടാവും. അപ്പം പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത് അകത്ത് ക്ലീൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവനെ സെൻട്രൽ ഹാളെടുത്ത് ഞാൻ അകമൊക്കെ ക്ലീൻ ചെയ്ത് അകത്ത് കിടത്തിയിട്ട് പിന്നെ സെൻട്രൽ ഹാൾ ക്ലീൻ ചെയ്യാം. അങ്ങനെ പിന്നെ ബാൽക്കണിയിൽ വിരിച്ചിട്ടതുണ്ട് അലക്കിയിട്ട്, അതൊക്കെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ അതൊക്കെ
മടക്കി വെക്കണം. അപ്പോൾ എല്ലാം കൂടെ ചടപടയെന്നാക്കണം. ഒന്നാമത് ലേറ്റായി. അപ്പോൾ ഓരോന്നായി നോക്കട്ടെ. അപ്പോൾ ഇതാ എൻ്റെ മേജർ ക്ലീനിങ് പരിപാടി, അടിച്ചുവാരൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 6 ഡ്രസ്സ് ഉണങ്ങിയതെടുത്ത് കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ ഉള്ളത് ആദ്യൻ്റെ സ്നാക്ക് ടൈം വന്നത് ഒരു 5 മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ അവന് എന്തെങ്കിലും കൊടുക്കും. അപ്പം അത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ട് പോയിരുന്നു. ബ്രൊക്കോളിയും സ്വീറ്റ് പൊട്ടറ്റോ അല്ല നോർമൽ പൊട്ടറ്റോ കൊടുക്കുന്നത്. സാധാരണ സ്വീറ്റ് പൊട്ടറ്റോ അല്ല ബനാന അങ്ങനത്തെ ആണ് ഈ സ്നാക്ക് ടൈമിൽ കൊടുക്കുക. അപ്പം ഇന്ന് അതിന് ബ്രൊക്കോളി ഭയങ്കര ഇഷ്ടമാണ്. ഏത് ടൈമിൽ എങ്ങനെ കൊടുത്താലും കഴിക്കും. പക്ഷെ അങ്ങനെ അധികം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് ബ്രൊക്കോളിയും പൊട്ടറ്റോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പ്യൂരിയാണ് കൊടുക്കുന്നത്. ഞാനത് പെട്ടെന്ന് ആക്കട്ടെ നോക്കുന്നുണ്ട്. ഒന്നാമതെ വിശന്നിട്ടുണ്ടാവും, ഉറങ്ങി എഴുന്നേറ്റല്ല. അപ്പം ഓൾറെഡി ഞാൻ വേവിച്ചിട്ട് എടുത്ത് ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉപ്പ് എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പം ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക കൊടുക്കാം. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഇത് കൊടുക്കണം. അപ്പോൾ അവൻ ഫുഡ് കഴിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കഴിക്കുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ഇതിനകത്ത് കുറച്ചൊരു ഇന്ദുപ്പ് ചേർക്കും, അത്ര ഇടും, വേറൊന്നുമില്ല. അതിൽ നല്ലോണം ആവിക്കിട്ട് വേവിക്കുക. അല്ലാണ്ട് വെള്ളത്തിലിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവിക്കിട്ട് വേവിച്ച സാധനമാണ്. ഇതെനി പാത്രത്തിലാക്കണം, അവന് കൊടുക്കണം. അപ്പോൾ അവനത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് സമയം ഒക്കെ ആയിട്ട് കളിച്ചോളും. വേറെ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നം കാരണമൊന്നുമല്ല. തൽപരകക്ഷിയാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, ഒന്ന് പുറത്തു പോകണം. ഓക്കെ, ഫുഡ് കൊടുക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ അത് കാണിക്കാൻ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കുളിക്കേണ്ട ടൈമായി. പിന്നെ ഒരു ഡ്രസ്സ് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഫുഡ് കഴിക്കും, അതിലായി ഫുള്ള് പ്രയോഗം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം ഒന്നും ഡ്രസ് മേലെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സമയം അവൻ കളിച്ചോളും. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ചായ ഉണ്ടാക്കി ചായ കുടിക്കുന്നു, ഡ്രസ്സ് വാഷ് ചെയ്യുന്നു, കുളിക്കുന്നു. വീഡിയോ എടുക്കാൻ കുറച്ചെല്ലാം കൃത്യം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്യാം എന്ന് വിചാരിച്ച് അടങ്ങനെ ഇരിക്കും. അപ്പോൾ ശരി, ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ട് വരാം. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്, അപ്പുറത്ത് ഭയങ്കരമായ കാറ്റ്. അപ്പം ഞാൻ എൻ്റെ മുഖം കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദൂസിന് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം സൺസെറ്റ് പോയി തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചായയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ കട്ടൻ ചായ ഭയങ്കര അഡിക്റ്റഡായിരുന്നു ഞാൻ ആദ്യം, കല്യാണത്തിന് മുന്നേ എല്ലാം. പിന്നെ ഇപ്പം എന്താ പറയുക, അത് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ തീരെ ഇല്ലായിരുന്നു ഈവനിങ് ചായ. ഇപ്പം 2 ദിവസമായിട്ട് ഈ പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായെല്ലാം ഇട്ടിട്ടുള്ളൊരു കട്ടൻ ചായ ഉണ്ടല്ലോ, അത് പിന്നെയും അഡിക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും അത് കുറക്കണേനെ. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടി ഉണ്ടെങ്കിൽ ഇടേണ്ടത്. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കട്ടൻ ചായക്ക്. അപ്പം അത് ഇനിയിപ്പം അതെനിക്കിനി കുറച്ച് കൊണ്ടുവരണം. എന്തായാലും ഇന്നും കൂടി ഇരിക്കട്ടെ ഒരു കട്ടൻ. അതുകൊണ്ട് ഞാൻ ഇതാ കണ്ട, ഇന്ന് പെരിഞ്ചീരകമില്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതെനിക്ക് അമ്മ തന്ന ചായപാത്രമാണ് ഗൈസ്. അത് അടിപൊളി നല്ല ചായപാത്രമാണ് ഗൈസ്. ഞാൻ മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത്, ഒന്നും നടക്കുന്നില്ല. അപ്പം കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, എന്താണെന്നറിയില്ല. 2 ദിവസമായിട്ട് രാത്രിയും പകലും ഒക്കെ ഭയങ്കരമായ കാറ്റാണ് ഗൈസ്. എന്താണെന്നറിയില്ല. മഴയൊട്ട് പെയ്യുന്നുമില്ല, ചൂടൊട്ട് കുറവുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. നല്ല രസമുണ്ട് ഏതായാലും കാറ്റ് കാണാൻ. മേലെ പണിയെടുക്കുന്നില്ലെങ്കിൽ നല്ല രസമായിരുന്നു. മേലെ പോയി നിന്ന് കഴിഞ്ഞാൽ കുറേ നല്ല ചൂടങ്ങ് കുറഞ്ഞു കിട്ടുമായിരുന്നു. ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അതാണ് മെയിൻ പ്രശ്നം. മണിമുട്ടലൊക്കെ തുടങ്ങി ഓരോ വീട്ടിലും വൈകുന്നേരം ആകുമ്പോൾ. കട്ടൻ ചായ ആയിട്ടുണ്ട്, പിന്നെ ഒരു റസ്കും. ഇന്നത്തെ ചായ ഈവനിങ് ചായ. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇതാ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അലക്ക് കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ആദൂസിനെ കുളിപ്പിച്ചു, ചായ കൂടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വിളക്ക് വെക്കണം. വിളക്ക് വെച്ചിട്ട് ആദൂസിന് നല്ല ഉറക്കം വരുന്നുണ്ട്, കണ്ടോ, ഉറക്കം വരുന്നുണ്ട്. അവനെ ഉറക്കണം. വേഗം ഒന്ന് വിളക്ക് എത്തിച്ചിട്ട് അവനെ ഉറക്കിയിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ. ഓക്കേ. Yeah.
വിളക്കെല്ലാം കത്തിച്ചു. ഇനിയിപ്പം ആ ദിവസം ഉറക്കിയിട്ട് വേണ്ടത് നല്ല ചൂട് ഫാനിടാത്തതുകൊണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ആ ദിവസം അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താണെന്നറിയില്ല, വൈകുന്നേരം ഉച്ചയ്ക്ക് ഉറങ്ങിയോണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഒരുമാതിരി ഒരു മന്ദത, ഒരു സുഖമില്ല. അപ്പം പിന്നെ അവിടെ അവൻ്റെ ഒപ്പം കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വന്നു. ഇനിയിപ്പം ചോറ് വെക്കണം. കറി ഓൾമോസ്റ്റ് കറിയും ഇപ്പോൾ ഇത് മെഴുക്ക് വരട്ടിയാക്കുന്നത് അതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ വേഗം ചോറ് വെക്കട്ടെ. എന്തോ ഒരു സുഖമില്ല ഇന്നത്തെ ദിവസം, നല്ല ദിവസമാണ്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു, സുഖമില്ല. അപ്പം നോക്കട്ടെ. കുറച്ച് അസിഡിറ്റീൻ്റെ പ്രശ്നമുണ്ട്, എന്തോന്നറിയില്ല. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല മീൻ കറിയായിരുന്നു, അപ്പോൾ അത് കുറച്ച് എരിവ് കൂടിപ്പോയി. പിന്നെ എനിക്ക് അസിഡിറ്റീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നെഞ്ചിരിച്ചിൽ ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു നോക്കട്ടെ. സാധാരണ നെഞ്ചിരിച്ചിൽ തണുത്ത വെള്ളം കുടിക്കരുത് എന്നാണ്, കുടിക്കണമെന്നാണ് പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം ഭയങ്കരമായ പ്രശ്നം, എന്തൊക്കെയോ ഒരു സുഖമില്ല. നോക്കട്ടെ. ഇനിയിപ്പം വേഗം ചോറും കൂടെ ആക്കട്ടെ. പിന്നെ അത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലും ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ അത് കരയുമ്പോൾ ഞാനിപ്പോൾ ആദ്യം വന്നിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു നിർത്തിയത്, എനിക്ക് കുറച്ച് അലക്കിയത് എടുത്ത് വെച്ചതല്ല, അതൊന്ന് മടക്കി വെക്കണം. അതാണ് ഇനിയുടെ മെയിൻ പണിയുള്ളത്. ഇനിയിപ്പോൾ അത് എഴുന്നേറ്റിട്ടൊന്ന് ജസ്റ്റ് മേലെ പോയിട്ട് ഇതാക്കണം. ഞാൻ പുറത്ത് പോകാമെന്നല്ല ഞാൻ പറഞ്ഞല്ലേ, പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അത് ഉറങ്ങി എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ അവനൊരു സുഖമില്ല. അതല്ല, കുളിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവൻ ഉറക്കം വരുന്ന പോലെ. പിന്നെ അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീനായിരിക്കും. പിന്നെ അതുകൊണ്ട് അതിന് മുമ്പ് അതിനുള്ള ഫുഡും കൂടി ഉണ്ടാക്കണം. അതാണ് ഇനിയത്തെ പണിയുള്ളത്. അപ്പം ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു ദിവസം. ചില ദിവസം അവന് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് നടക്കും. ചില ദിവസം ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നറിയാം, ഒരു വൈക്കളപ്പം പിടിച്ച ദിവസം. അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്നാലും ഉച്ചക്കത്തെ ഉറക്കം ഭയങ്കര പ്രശ്നം. ഞാൻ പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നെല്ലാം ആകുമ്പോൾ കുറേ സമയം ഉച്ചക്ക് കിടന്ന് ഉറങ്ങും. വീട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ഞാൻ ബാംഗ്ലൂരിലെ സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഒറ്റക്ക് നമ്മൾ രണ്ടാളും മാത്രമുള്ള സമയത്തായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഉച്ചക്കെല്ലാം കിടന്ന് ഉറങ്ങും. അതെനിക്ക് ശീലമായിപ്പോയി. ഇപ്പം പിന്നെ ഉറക്കം ഭയങ്കര കുറവാണ്. അത് നൈറ്റും പിന്നെ അങ്ങനെ ഉറങ്ങുള്ളൂ. പകൽ പിന്നെ അത്രയ്ക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ദിവസം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങുന്നല്ലാണ്ട് ഇപ്പം പിന്നെ എനിക്ക് ആ ഒരു ഹാബിറ്റൊക്കെ പോയി. ഉച്ചയ്ക്ക് ഉറങ്ങാം, പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ക്ഷീണമായിരിക്കും. അതാണ് ഇന്ന് പറ്റിപ്പോയത്. ഇന്ന് മേലത്തെ പണിയാണ് ചതിച്ചത്, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പം ഇന്ന് ഒരു സുഖമില്ല, അതാണ് പ്രശ്നം. അപ്പം ഇനിയിപ്പം കുറച്ചുകൂടി പണിയുണ്ട്. അത് കഴിച്ചിട്ട് ഞാൻ സാധാരണ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം തുടങ്ങിയ ശീലമാണ്. ഇപ്പം തുടങ്ങിയ ഹോം ഡെക്കോർ കുറച്ചധികം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ കണ്ണാടി ഇത് വെറും പ്ലെയിൻ കണ്ണാടി. ഇത് പണ്ടേ ഞാൻ കൂട്ടാണ് ഒറ്റയ്ക്ക് ഇവിടെ വന്ന സമയത്ത്, ചെന്നൈയിലേക്ക് ആദ്യം വന്നപ്പോൾ ഒരു 6 മാസത്തോളം കൂടെയാണ് ഒറ്റയ്ക്കായിരുന്നു ഇവിടെ വന്നത്. അപ്പോൾ കുഞ്ഞു കണ്ണാടി മതിയല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങിയ കണ്ണാടിയായിരുന്നു, പ്ലെയിൻ റെഡായിരുന്നു. അപ്പോൾ ഇതിന് പെയിൻ്റ് അടിക്കുക, ക്രാഫ്റ്റ് ഉണ്ടാക്കുക, ഹോം ഡെക്കോർ മീഷോന്ന് ഓർഡർ ചെയ്യുക, തൂക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. എന്ന് വെച്ചാൽ എന്താ പറയുക, കുറച്ചും കൂടെ നമ്മളെ മൈൻഡൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പം കുറച്ചും കൂടെ മൂഡ് ഓഫ് ആയിരിക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും എൻഗേജ്. എൻ്റെ അമ്മ എപ്പം പറയും, ചെടി നട്ടാലും അങ്ങനെയെല്ലാം പ്ലാന്റ്സൊക്കെ നട്ട് കഴിഞ്ഞാൽ ഭയങ്കര അമ്മ ഇപ്പോൾ വീട്ടിൽ ചെന്ന് തന്നെ ഫുള്ള് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒരു പരിധിയില്ല, അത് നല്ല അടിപൊളി സംഭവമാണ്. അത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പ്ലാന്റ്സൊക്കെ അതൊന്ന് ഓക്കെ ആയി വന്ന് കുറച്ചും കൂടെ ഒന്ന് വലുതായി ഒന്ന് ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ സെറ്റാവും. ഇതിപ്പോൾ കുഞ്ഞതല്ലേ, അത്രയല്ലേ ആയുള്ളൂ. ഒരു 1 ഇയർ ഒരു 2 ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് സെറ്റാവും വിചാരിക്കുമെന്നും അറിയില്ല. അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ കുറേ പരിപാടിയാണ് എൻ്റെ സമയം പോക്ക് ഹോബിയുള്ളത്.
അതുപോലെ തന്നെ യൂട്യൂബിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം എന്നുണ്ട്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായി ഞാൻ ആ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് പുതിയ കുറേ പ്ലാനിങ് എല്ലാം ഉണ്ട്. അതിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടന്നിട്ടില്ലെങ്കിൽ വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ഇപ്പം അത് പറയുന്നില്ല, എന്നാലും നടക്കട്ടെ, ടച്ച് വുഡ് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഹോം ഡെക്കോറായിരുന്നു. ഹോം ഡെക്കോർ പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ പിൻട്രസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കുക, യൂട്യൂബ് നോക്കുക, എന്നിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ വീട് മാറുന്നു എന്നുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങോട്ടേക്ക് ആദ്യം ഇതാക്കാൻ പിന്നെ ഇപ്പം ടൈം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരോ മേക്ക് ഓവർ, അതുമാത്രമല്ല ഇപ്പം എന്താ പറയുക, ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിന്. കാരണം ഒരു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര കൂടുതലായിട്ടുണ്ടായി. കാരണം ഞാൻ ഭയങ്കര ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എല്ലാം പിന്നത്തേക്ക് മാറ്റി വെക്കാം. ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കേട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം കൂടെ നാളെ ചെയ്യാം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും ടൈമില്ല. കാരണം ഇവനെ നോക്കുക, അതുവിനെ കാര്യങ്ങൾ ചെയ്യുക, അതിലിടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം. പക്ഷെ ആ ഒരു കുറച്ച് സമയത്ത് ഞാനിപ്പം ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നില്ലാന്ന് എനിക്കറിയില്ല. പക്ഷെ പണ്ട് കുറേ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുക. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. കാരണം അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഡേ എങ്ങനെയാണെന്നുള്ള കാര്യത്തിന്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത ദിവസമാണെങ്കിൽ ഇപ്പം ഇന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉച്ച വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞില്ല ഉറക്കമാണ് പറ്റിച്ചത്. അതില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല ദിവസമായിരുന്നു. അപ്പം അങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒന്നിനൊരു സമയം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ ഹോം ഡെക്കോറും കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ, ഇപ്പം നമുക്കിപ്പോൾ എത്ര ആൾ മറ്റൊരാളിപ്പം ഞാൻ പറഞ്ഞു തരുന്നതല്ലേ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിരിക്കും മാറ്റുക, അതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പണ്ടെല്ലാണെങ്കിലും എന്തെങ്കിലും മൂഡ് ഓഫ് വന്നു കഴിഞ്ഞാൽ ഫോൺ കുത്തിയിരുന്ന് തന്നെ ടൈമാണ്. ഇപ്പം ഞാൻ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് അറിയൽ നിർബന്ധമാണല്ലോ. എനിക്കിപ്പം എന്താ പറയണ്ട, ഞാൻ പാർട്ട് ടൈമല്ല, സമയം കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ന്യൂസെല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞേ പറ്റൂ. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവരുണ്ടാവും, അല്ലാണ്ട് ന്യൂസ്, അതല്ലാണ്ട് ഈ ന്യൂസ് കണ്ടൻറ്റ് ചെയ്യുന്നവർ, അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവില്ല. അതൊക്കെ എയർപോഡ് വെച്ചിട്ട് കേട്ടിട്ട് ഇതാണ് ഓൺ ചെയ്തിട്ടും ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നിട്ട് കേൾക്കും. അപ്പോൾ 2 പണിയും ഒരുമിച്ച് നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഫോൺ നോക്കുന്നത് കുറേ കുറഞ്ഞു. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഞാൻ എവിടെയോ പറഞ്ഞു തുടങ്ങിയിട്ട് എവിടെയോ നിർത്തിയല്ലേ. അപ്പോൾ ഞാൻ പറയാൻ എന്തെങ്കിലും നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ മൈൻഡെല്ലാം സെറ്റാവും, ശരിയാവും. അപ്പോൾ ഇത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആകുമ്പോൾ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതുപോലെ കുറേ ടിപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചേഞ്ചസ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മദർ ഉണ്ടായതെന്നുള്ള കാര്യങ്ങൾ, അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇപ്പോൾ തന്നെ എത്ര മണിക്കൂറായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു പരിപാടികൾ വേഗം നോക്കട്ടെ. ഇതാണ് എൻ്റെ പെയിൻറ്റിങ് കഴിവ്, കാലിബർ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പെയിൻറ്റിങ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിന് ചുറ്റും വേറെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇതാരേത് എണീച്ചിട്ടില്ലേ? അവൻ്റെ മോൻ എണീച്ചോ? ഗുഡ് ബോയ് ആയിട്ട് എണീച്ചോ? ഗുഡ് ബോയ് ആണ്. അയ്യടാ, ഇത് അമ്മൻ്റെ ഗുഡ് ബോയ് ആണോ? ഇത് ഗുഡ് ബോയ് ആണോ? ഇവിടെ ഉറക്കെ എഴുന്നേറ്റോ? വാ, ഒരു ഷെയ്ക്കാൻഡ് തരും അമ്മക്ക്. ഒരു ഷെയ്ക്കാൻഡ് താ അമ്മക്ക്. മറന്നു പോയോ? അമ്മക്കൊരു ഷെയ്ക്കാൻഡ് തന്നാട്ടെ. ഒരു ഷെയ്ക്കാൻഡ് തന്നാട്ടെ. ഓ, താങ്ക് യു. ഗുഡ് ബോയ്, അമ്മയുടെ ഗുഡ് ബോയ്. ഇപ്പൊ പുതിയ പഠിച്ചത് എൻ്റെ മോൻ. വാ 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 വാ, എഴയാൻ തുടങ്ങിയിട്ടുണ്ട്. അതോ വാ, അങ്ങനെ
അങ്ങനെ ഒന്നുകൂടി വാ 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 അങ്ങനെ അങ്ങനെ വാ വാ അങ്ങനെ ഉമ്പോ ഉമ്പോ ഇതാരിത് അയ്യോ 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 ഇത് പറ്റുന്നില്ല അമ്മ എടുക്കാം. അപ്പൊ ഇതാ ആ ദിവസം എഴുന്നേറ്റിട്ടുണ്ട്. ഇനി കുറച്ച് പാല് കുടിച്ചിട്ട് എഴുന്നേക്കാൻ നമ്മളെ നല്ല മോന് ഗുബോയല്ലേ അമ്മൻ്റെ ഗുബോയല്ലേ അമ്മൻ്റെ അപ്പോൾ ആ ദിവസം അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിൽ നിന്ന് വിളിച്ചിട്ടായിരുന്നു വീഡിയോ കോൾ. അപ്പം അതും ഉറങ്ങുന്നതായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്കൊന്ന് വിളിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് മുമ്പ് ഫോണൊന്ന് ചാർജിനുണ്ടാവും. രാവിലെ ചാർജിനിട്ടേ പിന്നെ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ആ ദിവസത്തിന് പാൽ കൊടുക്കുന്ന ടൈമിന് ഞാനന്ന് ചാർജിനിട്ടിട്ട് വരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിക്കണം. അത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫോൺ ചാർജ് ചെയ്യൽ പരിപാടി, വീഡിയോ കോൾ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ടെറസിൽ പോകാൻ നോക്കാമെന്ന് വിചാരിച്ച്. അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഒന്ന് ജസ്റ്റ് പോയിട്ട് നല്ല കാറ്റുണ്ട് പുറത്ത്. നോക്കട്ടെ. അടയ്ക്ക് ഫേനോ ആക്കട്ടെ. കുഞ്ഞുമണി കുഞ്ഞുമണി പുറത്തേക്കിറങ്ങട്ടെ. ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. നോക്കട്ടെ. അവസ്ഥ അറിഞ്ഞൂടാ. അവിടെ വർക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നോക്കിയിട്ട് വരാം. ഇല്ല, ആളുണ്ട്. മുകളിൽ ആളുണ്ടാവും. അങ്ങോട്ടേക്ക് പോക്ക് പരിപാടി നടക്കുമെന്ന് തോന്നില്ല. നല്ല കാറ്റുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ വിൻഡോയിൽ കൂടെ എടുക്കുന്നതാണ്. മേലെ ആളുണ്ടെന്ന് തോന്നുന്നു. വർക്ക് കഴിഞ്ഞു. അവരവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നതായിട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ താഴെ പാർക്കിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പോലും കാറ്റ് കൊണ്ടാൽ മതിയല്ലോ. പിന്നെ സാധാരണ നമ്മൾ നൈറ്റ് കുട്ടാടം വന്നു കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ചിട്ട് മുകളിൽ പോകും. എത്ര ലേറ്റായി കഴിഞ്ഞിട്ടാണ്. ഓൾറെഡി 11 മണിയാകും വരാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണി 1:30 വരെയൊക്കെ നമ്മൾ മുകളിൽ ഇരുന്ന് നടക്കും. അപ്പത്തേനും അതും ഉറങ്ങും. പിന്നെ അതിനെ എടുത്തിട്ട് നടക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം താഴെ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോ. ഇതാണ് നമ്മളെ ബേസ്മെൻറ്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ ഭയങ്കര കാടായിരുന്നു ഈ സൈഡ്. അത് മൊത്തം ഈ ഒരു സൈഡ് മൊത്തം അവർ വൃത്തിയാക്കി. ഇവിടെ മൊത്തം വേസ്റ്റ് ഇടുന്ന പറമ്പൊക്കെ ആയിരുന്നു. കണ്ടോ, അടിപൊളി മരക്ക്. ഇത് മൊത്തം വേസ്റ്റ് ഇടുന്ന സ്ഥലം. അപ്പോൾ മുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ കോൺക്രീറ്റ് എല്ലാം പൊട്ടിച്ചിട്ട് താഴെ ഇട്ടിട്ട് അവർ ഇന്നലെ JCB വന്നിട്ട് മൊത്തം നിരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായി. ഇവിടെ അധികം വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ടിട്ട് ഫുള്ള് സീനാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു മോനുണ്ട്. എന്നാച്ച് നമ്മൾ താഴെ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റീൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ താഴത്തെ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ ഒരു റൂമുണ്ട്. അവിടെയാണ്. അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട്. അതിന് അതിൻ്റെ അച്ഛനും അമ്മയും കൂടെ പുറത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് വരും. അവിടെ നല്ല കാറ്റ്. ഇന്ന് ഭയങ്കര കാറ്റ്. നല്ല ക്ലൈമറ്റ്. ഇന്ന് രാത്രി ചില ദിവസം ഒട്ടും കാറ്റുണ്ടാവില്ല. ചില ദിവസം നല്ല കാറ്റായിരിക്കും. കുത്തക്കട ഇതുപ്പല്ല. ആടിരി കുത്തം കിട്ട് വിത്തോ അമ്മേൻ്റെ. അതാര് വന്നേ?
അതാരാ? ആരാ വന്നേ? എന്താ ചെയ്തോക്കട? എങ്ങനെയായിരുന്നു പിള്ളേച്ചാ? അതോ അതോ ചിരി നോക്കറ. ബനാന അവിടെ ഇത് നല്ല ബനാനയാണല്ലോ. അന്നത്തെ ബനാനയല്ല, അന്ന് മറ്റേ ഇങ്ങനെ കറുപ്പ് ഡോട്ട് ഡോട്ട്. എള്ളുണ്ടാ സൂമി ഇങ്ങനെ എള്ളുണ്ടകളിൽ എനിക്കില്ല മാനെ, അയ്യ മാനെ. അതൂ 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 ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കുമ്പം നമ്മൾ രണ്ടാളും 2 ടൈമായിട്ടാണ് കഴിക്കുക, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഇതാ കഴിയാൻ പോകുന്നു ഗായ്സ്. അപ്പം ഇനിയിപ്പം ഒന്ന് ആദ്യം മേലെ ഏൽപ്പിക്കണം, എന്നിട്ടൊന്ന് കിടന്നുറങ്ങണം. അല്ലേ നമ്മൾ നടത്തുകൊണ്ടായിരുന്നു മേലോട്ട്. അപ്പം മേലെ വർക്ക് നടക്കുന്നുണ്ട്, അതൊന്നും നടക്കൂല. അപ്പം അതൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് അടുത്ത് ഇനിയിപ്പോൾ ഒന്ന് മേലെ കഴിക്കണം, കിടക്കണം. കുളിക്കാം പൊന്നു? അതോ കുളിക്കണ്ടേ? കുളിക്കണ്ടേ? നമുക്ക് കുളിക്കണ്ടേ? വാ വാ. ഇന്ന് മുഖത്തിൽ നടക്കുന്നു. അതിലിവിടെ ഫുട്ബോൾ കളി നടക്കണം ഗൈസ്. ഭയങ്കര ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആദു ആദു എന്താ കളിക്കുന്നേ? ഫുട്ബോളോ? അപ്പോൾ ഇതാ ഇന്ന് എൻ്റെ ഒരു ദിവസം കഴിയാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം പിന്നെ ആ ദിവസത്തിനെ കുളിപ്പിക്കേണ്ട തിരക്കായിപ്പോയി. പിന്നെ അവൻ കുറച്ച് പ്രശ്നമായിരുന്നു, കരച്ചിലൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മാറി മാറി ഫുഡ് കഴിച്ചു, അങ്ങനെ എടുത്തിട്ടൊക്കെയാണ് കിടന്നത്. അപ്പോൾ കിടക്കുമ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം, ഇപ്പോഴത്തെ ദിവസം കടന്നു പോകുന്നത് ആ ദിവസത്തിൻ്റെ കൂടെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ ലെങ്തി വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ഇടുക. അപ്പം അത്രയേ ഉള്ളൂ, വേറെന്താ, വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ബൈ.